നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജില്ലാ വിഭജനം വൈകുന്നത് എന്തുകൊണ്ട് തുടർ സമര പ്രഖ്യാപനം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് സന്നിഹിതരായിട്ടുള്ളത്. നേരത്തെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരു ജില്ല, അവിടുത്തെ ജനങ്ങൾ നിരന്തരമായി തങ്ങളുടെ അടിസ്ഥാനപരമായ സംവിധാനങ്ങളെ ഭരണകൂടം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഓരോ വർഷവും തെരുവിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറത്തിന്റെ കാര്യത്തിൽ എല്ലാ വർഷവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ നിന്ന് പത്താം തരം പാസ്സാകുന്ന SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം കാര്യക്ഷമമായി നടക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഓരോ വർഷവും ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലേക്കും ഇവിടുത്തെ DD ഓഫീസിലേക്കും മാർച്ച് നടത്തി പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിലറെ പൂകി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ജില്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾക്ക് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സീറ്റില്ല എന്ന് കഴിഞ്ഞ വർഷം പോലും പറഞ്ഞ് സമരം ചെയ്തിരുന്ന, ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പലരും ഇന്ന് നിയമസഭയിൽ പുതിയ സർക്കാരിനോടൊപ്പമാണ്, ഇവിടുത്തെ MLA-മാരാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ ഇരുന്നിട്ട് പോലും ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് വിളിച്ചു പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഈ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ തൽക്കാലം ഈ വർഷം സാധിക്കുകയില്ല. എല്ലാ പ്രാവശ്യവും തരുന്നതുപോലെ ഒരു 30% മാർജിനൽ ഇൻക്രീസ്മെന്റ് ഇത്തവണയും മലപ്പുറം ജില്ലയിൽ ഉണ്ടാകും. അതായത് തെക്കൻ കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറെ സീറ്റ് ഉണ്ടായിട്ട് അവിടെ പഠിക്കാൻ ആളില്ലാതെ ആ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം തെക്കൻ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഒരു ക്യാമ്പസിൽ, ഒരു സ്കൂളിൽ ഒരു അധ്യാപകന് കീഴിൽ 60-70 പേർ കുത്തിനിറന്ന് ഇരുന്ന് പഠിച്ച് ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എല്ലാ വർഷവും പോലെ ഈ പ്രാവശ്യവും പോകും എന്നതുള്ള ഒരു മുന്നറിയിപ്പാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നാം വായിച്ച് മനസ്സിലാക്കേണ്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സമയത്ത് പറവൂരിൽ നിന്നുള്ള അമ്മാളു അമ്മയെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തിരുവനന്തപുരത്തെ മീഡിയയുടെ മുന്നിലേക്ക് എത്തിച്ച് കെട്ടിപ്പിടിച്ച് PR വർക്കുകൾ വളരെ കാര്യക്ഷമമായി നടത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് നമ്മുടേത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചുണ്ടുകടിച്ച് കണ്ണിറുക്കി കാണിച്ച് പൂക്കിയാണ് ഞാനെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെ PR വർക്കിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സർക്കാരിന് കാലങ്ങളായിട്ട് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നിരന്തരമായി സർക്കാരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാതലായ വിഷയത്തിൽ ക്രിയാത്മകമായി പ്ലാനിംഗ് നടത്താതെ അവിടെ ഒരു സംവിധാനം ഒരുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി ഈ ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മറ്റൊരു വാർത്ത കൂടി ദൃശ്യമാധ്യമങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈയാളുന്ന ബഹുമാനപ്പെട്ട KM ഷാജി MLA-യോട് മലബാറിന്റെ പ്രതിസന്ധിയെപ്പറ്റി, സീറ്റ് പ്രതിസന്ധിയെപ്പറ്റി മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന മറുപടി അത് വളരെ വലിയ വിഷയമാണ്, അത് തൽക്കാലം പരിഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് സഹിക്കണം. മലപ്പുറം ജില്ലയിലെ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു, അവർ അന്ന് വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞിരുന്നു എന്നുള്ള മറുപടിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ല രൂപീകരിച്ച് ഇന്ന് ജൂൺ 16 57 വർഷം തികഞ്ഞിട്ടുണ്ട്. ഈ 57 വർഷക്കാലം മലപ്പുറം ജില്ലയിലെ അധികാര കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ പാർട്ടിയുടെ പ്രതിനിധിക്ക് ഈ 57 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയുടെയും മലബാറിന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനിയും
അവർ ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് പറയുന്നതെങ്കിൽ മലപ്പുറം ജില്ലയിലെ ശുചിത യൗവനം അവരുടെ സമരച്ചൂട് ഇവരെ കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഈ ജില്ലയിലെ ജീവിതത്തോടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ ആധികാരികമായി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ, ഇവിടുത്തെ +2 സീറ്റ് പ്രതിസന്ധിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരന്തരമായി നമ്മൾ ഈ വിഷയത്തിൽ സമരങ്ങൾ നടത്തി ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. അവർ പറഞ്ഞ ഒരുപാട് ഫോർമുലകൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. തെക്കൻ കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരുപാട് സീറ്റുകൾ നമ്മുടെ ജില്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ, ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്താൽ ഇവിടുത്തെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാണ്. മാത്രമല്ല, ഇനിയും ഹയർ സെക്കൻഡറി ആകാത്ത സ്കൂളുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. ഇവിടുത്തെ ജില്ലയിലെ സ്കൂളുകൾ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്നിരിക്കെ ഇവിടെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം ഇവിടുത്തെ പല പ്രൈവറ്റ് സ്കൂളുകളും മാനേജ്മെന്റ് ആയിരിക്കുന്നത് ലീഗിന്റെയോ ലീഗുമായി ബന്ധപ്പെട്ടവരുടെയോ കൈകളിലാണ്. അങ്ങനെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചാൽ, ഇവിടെ സീറ്റ് അധികമായാൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിന് അത് ഭംഗം വരുമെന്നുള്ളൊരു ഭയം കൂടി മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ അവരുടെ അലംഭാവം കാണുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി നടത്തുന്ന ഈ തുടർ സമര പ്രഖ്യാപനത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ പോരാട്ടത്തിൽ, രാഷ്ട്രീയ പോരാട്ടത്തിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് സോഷ്യൽ ഡെമോക്രസി.